ഡിസംബർ മാസം ആയാൽ എല്ലാവരും തിരക്കാണ്. പുൽക്കൂടുണ്ടാക്കണം, ട്രീ ഉണ്ടാക്കണം, സ്റ്റാർ തൂക്കണം, അങ്ങനെ തിരക്കോട് തിരക്ക് അല്ലേ? എവിടെ തിരിഞ്ഞു നോക്കിയാലും കേക്കുകളും കാണാം. ഏറ്റവും പ്രധാനം പ്ലം കേക്കാണ് അല്ലേ? എന്തൊരു സ്മെല്ലാണ്, ടേസ്റ്റും അല്ലേ? പലതരത്തിലുള്ള പ്ലം കേക്കുകൾ. അപ്പോൾ ഇന്ന് ഞാനൊരു റിച്ച് പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള സാധനങ്ങളെല്ലാമാണ് ഈ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ബട്ടറുണ്ട്, മൈദയുണ്ട്, അതുപോലെ തന്നെ ബ്രൗൺ ഷുഗറുണ്ട്, റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ബട്ടർ 225, ബ്രൗൺ ഷുഗർ 200 ഗ്രാമും, അതുപോലെ തന്നെ റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് 450 ഗ്രാമും, പിന്നെ നട്ട്സും ബദാമും 1/4 കപ്പാണ്. അതുപോലെ തന്നെ മൈദ 250 ഗ്രാമാണ്. അതിലേക്ക് ഗ്രാമ്പും പട്ടയും ജാതിക്കയുടെ കുരു ഇത് പൊടിച്ചത് 1/4 ടീസ്പൂണും കൂടി ചേർത്തതും, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് മിക്സ് 3 പ്രാവശ്യം അരിപ്പയിലൂടെ അരിച്ച മൈദയാണത്. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട്. 4 മുട്ടയാണ് നമ്മൾ ഈ കേക്കിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് ആദ്യം പൊട്ടിച്ചൊഴിച്ചെടുക്കുകയാണ്. അങ്ങനെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുത്തു. ഇനി ഈ വെള്ളയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഒന്നെടുക്കുകയാണ്. നന്നായിട്ട് ബീറ്റാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഏത് കേക്കാണ് ഇഷ്ടം? പ്ലം ആണോ? എനിക്കെപ്പോഴും പ്ലം കേക്കാണ് ഇഷ്ടം കേട്ടോ. ചിലർക്ക് ക്യാരറ്റും ഡേറ്റ്സും ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനെ കടിക്കുന്നതൊന്നും ഇഷ്ടമില്ല. അപ്പം മാർബിൾ കേക്കാണ് ചിലർക്കൊക്കെ ഇഷ്ടം. എനിക്ക് എന്തായാലും ഈ റിച്ച് പ്ലം കേക്കാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ നമ്മുടെ മുട്ടയുടെ വെള്ള നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? അങ്ങനെ പതഞ്ഞ് നല്ല സ്റ്റിഫാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് എപ്പോഴും നല്ല സോഫ്റ്റായിട്ട് വരും. അല്ലെങ്കിൽ കേക്ക് നല്ല ഹാർഡായി പോകും. കണ്ടോ? നല്ല സ്റ്റിഫായി. ഇനി വേണ്ടത് ഇത് മാറ്റി വയ്ക്കാം. വേറെ ബൗളിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ബ്രൗൺ ഷുഗറാണ്, 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്, 200 ഗ്രാം. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഇത്തിരി താമസം വരും, നമ്മൾ പെട്ടെന്ന് എടുക്കാൻ പാടാണ് കേട്ടോ. കാരണം ഇതൊന്ന് മെൽറ്റായി വരണ്ടേ. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ പല തവണകളായിട്ട് ബീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. കണ്ടോ? ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോന്നായി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലമ്മിൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഓറഞ്ചിൻ്റെ എസൻസ് വേണം ഒഴിച്ചു കൊടുക്കാം. ഞാൻ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ മുട്ടയുടെ മഞ്ഞയെല്ലാം ഒഴിച്ചു കൊടുത്ത് അത് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് കേട്ടോ. കാരണം മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആ സ്മെല്ലേ, അല്ലെങ്കിൽ മുട്ടയുടെ ചില കേക്കുകൾ കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഭയങ്കരമായ സ്മെല്ലായിരിക്കും അല്ലേ? ആ ടേസ്റ്റും വരും മുട്ടയുടെ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പ്ലമ്മിൻ്റെ എസൻസും ഒഴിച്ചു കൊടുത്തിരുന്നു. ഇനി ബീറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പൊടി ഇട്ട് കൊടുത്ത് അങ്ങ് മിക്സാക്കി എടുക്കുക സ്പാച്ചില കൊണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും ആ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുവാണേ. അങ്ങനെ ഓരോന്ന് ഇടവിട്ട് മാറിയാണ് മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ നട്ട്സും ബദാമും കൂടെ ഈ മൈദാക്കൂട്ടിലേക്ക് ഇട്ട് മിക്സ് ചെയ്തു. അതാകുമ്പോൾ അല്ലെങ്കിൽ ഇതെല്ലാം അഴിഞ്ഞ് താഴെ വന്ന് ചേരും. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ എല്ലാം ഒരുപോലെ തന്നെ എല്ലായിടത്തും ഒരുപോലെ
എത്തും. നമ്മൾ ഓരോ അല്ലെങ്കിൽ താഴെ മാത്രമല്ലേ കടിക്കുമ്പോൾ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ മേളിൽ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മിക്സിങ് എപ്പോഴും നല്ല ശ്രദ്ധയോടെ വേണം. അതുപോലെ തന്നെ കുറച്ച് പാൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് പാൽ മതി കേട്ടോ. അങ്ങനെ ഈ കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ബട്ടർ കൊണ്ടുള്ള കേക്കാണ്, റിച്ച് പ്ലമ്മാണ്, നല്ല ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ അതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി മുട്ടയുടെ വൈറ്റാണ് മിക്സ് ചെയ്യാനുള്ളത്. വളരെ ശ്രദ്ധയോടെ തന്നെ വേണം ഈ വൈറ്റ് മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ കുത്തിക്കുഴച്ച് അങ്ങനെ അല്ല, വളരെ ശ്രദ്ധയോടെ പതുക്കെ മിക്സ് ചെയ്താൽ മാത്രമേ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ മിക്സിങ് കഴിഞ്ഞു. കേക്ക് ഓവനിൽ വെച്ചു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേക്ക് റെഡിയായി. കണ്ടോ, സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി റിച്ച് കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഫോട്ടോ ഷൂട്ടിങ് കഴിയുമ്പോൾ കേക്ക് എടുത്ത് കവർ ചെയ്തു. കുറച്ച് റം എടുത്ത് സ്പ്രെഡ് ചെയ്തിരുന്നു. ഇങ്ങനെ ദിവസവും സ്പ്രെഡ് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി കട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.